IGNOU BCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്. ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? കമ്പ്യൂട്ടർ ഈസ് എ ഡിവൈസ് വിച്ച് ക്യാൻ പെർഫോം എ വെറൈറ്റി ഓഫ് ടാസ്ക് ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഒത്തിരി ടാസ്കുകൾ ചെയ്യാൻ പറ്റിയ ഒരു ഉപകരണമാണ്. കമ്പ്യൂട്ടേഴ്സ് ഹാവ് ദർ യൂട്ടിലിറ്റി ആൻഡ് ആപ്ലിക്കേഷൻ എവറി അറീന. എല്ലാ മേഖലയിലും അതിൻ്റെ പ്രയോജനവും ഉപയുക്തതയുമുണ്ട്. ഫ്യൂ ഓഫ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ഇൻ വേരിയസ് ഫീൽഡ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നൽകിയിട്ട് ഓരോരോ പോയിന്റ് പറയുന്ന രീതി ആണ് നല്ലത്. 1 ബിസിനസ്, 2 എഡ്യൂക്കേഷൻ, 3 ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് പേഴ്സണൽ യൂസ്, മിലിറ്ററി ആൻഡ് ഡിഫൻസ് ആൻഡ് 8th one ഇൻഷുറൻസ്. ഇത്രയും പോയിന്റ്സ് നമുക്ക് പറയാനുണ്ട്. സോ ആദ്യം ബിസിനസ്. ബിസിനസ് ഹാസ് എ വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് ഫ്രം ഇൻഡിവിജ്വൽ ടു മൾട്ടിനാഷണൽ കമ്പനീസ്. ഇൻഡിവിജ്വൽ ബിസിനസ് യൂണിറ്റ് മുതൽ MNCകൾ വരെ. all are using computers for business purpose like payroll calculations, സ്റ്റാഫിൻ്റെ സാലറി രജിസ്റ്റർ ഉണ്ടാക്കാൻ, സെയിൽസ് അനാലിസിസ്, ബജറ്റിംഗ്, ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്, ധനകാര്യ ഭാവി പ്രവചനം ആണ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്, മാനേജിങ് എംപ്ലോയീസ് ഡാറ്റാബേസ്, തൊഴിലാളികളുടെ ഡാറ്റാബേസ് മാനേജ് ചെയ്യാൻ, സ്റ്റോക്ക് മെയിൻ്റനൻസ്, ഇതൊക്കെ ബിസിനസ്സിൽ ആവശ്യമാണ്. കമ്പ്യൂട്ടേഴ്സ് ആർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ അക്കൗണ്ടിംഗ് പർപ്പസ് ഓൾസോ. ഈ രണ്ട് കാര്യങ്ങൾ പറയണം. ടാലി പോലുള്ള സോഫ്റ്റ്വെയറെ കുറിച്ച് പറയണം. ദെൻ എഡ്യൂക്കേഷൻ. Various online courses such as a massive open online course MOOC and distance learning in trend by utilizing the efficiencies of computers. കമ്പ്യൂട്ടറിന്റെ കാര്യക്ഷമതയെ പ്രയോജനപ്പെടുത്തുന്ന ചില മേഖലകളാണ് വിദ്യാഭ്യാസ മേഖലയിൽ. പ്രത്യേകിച്ചും കോവിഡ് കാലഘട്ടങ്ങളിൽ ഇത് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. Hundreds of websites are available on internet to deliver free online education in almost every area. E-learning and online learning and hybrid learning. E-learning, online learning, ഹൈബ്രിഡ് ലേണിംഗ് എല്ലാത്തിനും ഇത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. നൗ ബാങ്കിങ്. കമ്പ്യൂട്ടേഴ്സ് ഓഫർ വേരിയസ് അഡ്വാൻറ്റേജസ് ഇൻ ബാങ്കിങ് സച്ച് ആസ് സെൽഫ് എൻക്വയറി ഫെസിലിറ്റി. നമുക്ക് ബാങ്കിൽ നിന്ന് നമ്മുടെ കാര്യങ്ങൾ സ്വയം അന്വേഷിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. സിഗ്നേച്ചർ റിട്രൈവൽ ഫെസിലിറ്റീസ്, റിമോട്ട് ബാങ്കിങ്, സെൻട്രലൈസ്ഡ് ഇൻഫർമേഷൻ, ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് എക്സെട്ര. ദിസ് ഹാവ് ഹെൽപ്ഡ് ഇൻ മിനിമൈസിംഗ് ദ ഹ്യൂമൻ എഫേർട്സ്, ടൈം ആൻഡ് കോസ്റ്റ് ഇൻവോൾവ് ഇൻ അതർവൈസ് ഡൂയിങ് ദ ട്രാൻസാക്ഷൻസ് ഇൻ എ ട്രഡീഷണൽ ബാങ്കിങ് മാനർ. പരമ്പരാഗത ബാങ്കിങ് രീതിയിൽ ചെയ്താൽ ഒരുപാട് സമയവും ചെലവും ബുദ്ധിമുട്ടും വരുമായിരുന്നത് കുറയ്ക്കാൻ സാധിച്ചു ഇങ്ങനെ ഓൺലൈൻ ബാങ്കിങ് ഇടപാടുകളിലൂടെ. ആൻഡ് ഇറ്റ് മേക്സ് ബാങ്കിങ് കൺവീനിയൻറ്റ് ഫോർ കസ്റ്റമേഴ്സ് ബൈ പ്രൊവൈഡിങ് 24/7 ആക്സസ് ടു ബാങ്കിങ് സർവീസസ്. 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും എന്ന രീതിയിൽ ഫുൾ ടൈം ബാങ്കിങ് ആക്സസ് നമുക്ക് കസ്റ്റമർക്ക് അവൈലബിൾ ആണെന്നുള്ളൊരു നല്ല കാര്യം. ഓൺലൈൻ ബാങ്കിങ് ഈസ് ആൻ ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം ദാറ്റ് പെർമിറ്റ്സ് ദ കസ്റ്റമേഴ്സ് ടു കണ്ടക്ട് എ വെറൈറ്റി ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ത്രൂ ദർ respective websites. Now communication. Computers can largely reduce the time taken for communication between the different stakeholders. ഒരു ബിസിനസ്സിൻ്റെ വ്യത്യസ്ത ഗുണഭോക്താക്കളുണ്ട്. അവരുമായിട്ട് ആശയവിനിമയം വൻതോതിൽ നടത്താനായിട്ട് സാധിക്കുന്നു. ബിസിനസ് ക്യാൻ യൂസ് വേരിയസ് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സച്ച് ആസ് ഇമെയിൽ, ലൈവ് ചാറ്റ് ടൂൾസ്, വാട്സപ്പ് വീഡിയോ, ഫോൺ കോൺഫറൻസിങ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, വെബ് കോൺഫറൻസിങ്, ഇങ്ങനെ ധാരാളം വഴികൾ. Now health care. In healthcare, computers offer miraculous therapies to the patients such as ECG, computerized tomography, CT scan, X-ray, radiotherapy, and such other things. With the help of computers, most of the medical information from the prescription to reports can be digitalized. The record keeping of medicines as well as patients has become easy. Computer can keep track of each and everything going inside the patient's body such as blood pressure and heartbeat. രോഗിയുടെ ശരീരത്തിലെ BP-യും ഹാർട്ട് ബീറ്റും വരെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. Moreover, with the advancement and development in digital healthcare technology, ഡിജിറ്റൽ ഹെൽത്ത് കെയർ ടെക്നോളജി ഉയർന്നിരിക്കുന്നതിനാൽ ഹെൽത്ത് കെയർ വിൽ ബി പോസിറ്റീവ്ലി എഫക്റ്റഡ്. ആരോഗ്യപരിപാലനം ഗുണപരമായി അത് സ്വാധീനിച്ചു. ഡാറ്റാബേസ് ആർ യൂസ്ഡ് ടു കീപ് ട്രാക്ക് ഓഫ് എക്സിസ്റ്റിംഗ് മെഡിസിൻസ്. നിലവിലുള്ള മരുന്നുകളുടെ ഗുണം നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ദാറ്റ് കുഡ് ബി യൂസ്ഡ് ടു റീഡിസൈൻഡ്. ആ മരുന്നുകൾ എത്രമാത്രം റീഡിസൈൻ ചെയ്യണമെന്നും അതിൻ്റെ സൈഡ് എഫക്റ്റ് നിലവിൽ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനൊക്കെ സാധിക്കും. ഇൻ ഓർഡർ ടു ട്രീറ്റ് ദ പാൻഡമിക്സ് ലൈക്ക് കൊറോണ ആൻഡ് എബോള പോലുള്ള പാൻഡമിക്കുകളുടെ കാര്യത്തിൽ. ഇനി പേഴ്സണൽ യൂസ് ആണ് വേറൊരു കാര്യം. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ വേരിയസ് പേഴ്സണൽ യൂസ്. വൺ ക്യാൻ യൂസ് കമ്പ്യൂട്ടേഴ്സ് ടു കീപ് all the day-to-day details that are essential to keep anywhere. തൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡാറ്റ സൂക്ഷിക്കാൻ സാധിക്കും. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി
used for keeping track on personal things such as investments, income, expenditure, saving. ഇതിനൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കാൻ സാധിക്കും. മിലിറ്ററി ആൻഡ് ഡിഫൻസിൽ നല്ല ഉപയോഗമുണ്ട്. മിസൈലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള മേജർ ടൂളായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഡിഫൻസ് എക്യുപ്മെന്റ് സിസ്റ്റത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. കൺസ്ട്രക്ഷൻ ഓഫ് വെപ്പൺസ് ആൻഡ് കൺട്രോളിംഗ് ദർ ഫംഗ്ഷൻ ഇസ് നോട്ട് പോസിബിൾ വിതൗട്ട് ദ എയ്ഡ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഇന്ന് കമ്പ്യൂട്ടർ ഇല്ലാതെ വെപ്പൺസ് ആധുനിക യുഗത്തിലെ വെപ്പൺസ് ഉണ്ടാക്കാനോ കൺട്രോൾ ചെയ്യാനോ സാധിക്കില്ല. സോ കമ്പ്യൂട്ടേഴ്സ് ബിൽഡ് ലിങ്ക് ബിറ്റ്വീൻ ദ സോൾജേഴ്സ്, കമാൻഡേഴ്സ് ആൻഡ് ത്രൂ സാറ്റലൈറ്റ്. സാറ്റലൈറ്റിലൂടെ അങ്ങ് റിമോട്ട് ഏരിയയിലുള്ള സോൾജേഴ്സ് ആയിട്ട് പോലും കമാൻഡേഴ്സിന് ബന്ധപ്പെടാൻ സാധിക്കുന്നു. The computers in the military performs a broad range of tasks such as analyzing intelligence, organizing sensitive data for military leaders, geospatial analysis, controlling smart weapons or communications. Computers are used to track incoming missiles targets to destroy them. Incoming മിസൈലുകളെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു, അവയെ നശിപ്പിക്കാൻ സാധിക്കുന്നു. Computers are used in tanks and planes and ships to target enemy forces. ടാങ്കുകളിൽ, പ്ലെയിനുകളിൽ, ഷിപ്പുകളിൽ എനിമി ഫോഴ്സസിനെ ടാർഗറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ബെനിഫിറ്റ് ഡയഗ്നോസ് any problems with the platforms. And lastly, databases are used to hold documents, upkeep records and records of events. Insurance. The emergent technologies those have been enabled by computers only such as blockchain, Internet of Things, IoT, artificial intelligence. ഇതൊക്കെ പുതിയ പുതിയ മേഖലകളാണ്. ഇതൊക്കെ വന്നിരിക്കുന്നു. ബിഗ് ഡാറ്റ ആൻഡ് augmented reality have left a greater impact on the insurance sector. ഈ പറഞ്ഞതൊക്കെ ഇൻഷുറൻസ് സെക്ടറിൽ വളരെ പ്രയോജനകരമായിട്ട് മാറിയിട്ടുണ്ട്. ഇത്രയുമാണ് ഈ കമ്പ്യൂട്ടറിൻ്റെ ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ നമുക്ക് ഉത്തരം പറയേണ്ടത്.